ഹലോ എവറിവൺ, വെൽക്കം ടു ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലം. അഞ്ജു മിസ് ആണ്. മക്കളെ, നമ്മുടെ സൗണ്ട് വേവ്സ്, ശബ്ദ തരംഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഫിസിക്സിനകത്തുള്ള ഫസ്റ്റ് ചാപ്റ്ററിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോ ചോദ്യങ്ങളും കാണുമ്പം സ്വയം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, കമന്റ് ചെയ്യാനും ശ്രമിക്കുക ആൻസർ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എ പോലീസ് ഓഫീസർ വർക്കിംഗ് അറ്റ് എ ബിസി ട്രാഫിക് സിഗ്നൽ പോയിന്റ് ഹിയർ സൗണ്ട്സ് ഓഫ് വേരിയസ് ഫ്രീക്വൻസീസ്. Some frequencies of the sound reaching him are given below. Okay. ഒരു തിരക്കേറിയ ട്രാഫിക് സിഗ്നൽ പോയിന്റിൽ ജോലി ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിവിധ ആവൃത്തിയിലുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നു. അദ്ദേഹത്തിൽ എത്തിച്ചേരുന്ന ചില ശബ്ദങ്ങളുടെ ആവൃത്തി താഴെ നൽകിയിട്ടുണ്ട്. കുറച്ച് ഫ്രീക്വൻസീസ് ഉള്ള സൗണ്ട് തന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തുള്ള സബ് ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഫ്രീക്വൻസീസ് ഓഫ് സൗണ്ട് ക്യാൻ ദ പോലീസ് ഓഫീസർ ഹിയർ? എന്താണ് ചോദിച്ചിരിക്കുന്നത്? പോലീസ് ഉദ്യോഗസ്ഥന് കേൾക്കാൻ കഴിയുന്ന ശബ്ദങ്ങളുടെ ആവൃത്തികൾ ഏതെല്ലാമാണ്? അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ് ആണ്, ഒരു മനുഷ്യനാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്ര ഹെഡ്സ് മുതലുള്ള സൗണ്ട്സ് ആണ് കേൾക്കുക? 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെയുള്ള ശബ്ദങ്ങളാണ് നമുക്ക് കേൾക്കുക, അല്ലെ? 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെയുള്ള സൗണ്ട്സ് ആണ് നമുക്ക് കേൾക്കുള്ളൂ. അപ്പൊ ഈ ഓരോ ഓപ്ഷൻസ് നോക്കുക, തന്നിരിക്കുന്ന ഈ ഒരു ഫ്രീക്വൻസി സൗണ്ട്സ് നോക്കുക. ഇതിനകത്ത് 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിൽ വരുന്ന ശബ്ദങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. അപ്പൊ നോക്കിയേ, 28,000 ഹെഡ്സ് വരുമോ? ഇല്ല. 5 ഹെഡ്സ് വരുമോ? ഇല്ല. 150 ഹെഡ്സ് കേൾക്കുവോ? യെസ്. അപ്പൊ നമുക്ക് പറയാം 150 ഹെഡ്സ് കേൾക്കുന്നതാണ്, 1200 ഹെഡ്സ് കേൾക്കുന്നതാണ്, 500 ഹെഡ്സ് കേൾക്കുന്നതാണ്. ദെൻ ഇത് വരുന്നത് 16,000 ഹെഡ്സും കേൾക്കുന്നതാണ്. ഏതൊക്കെ കേൾക്കും? 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലുള്ള ശബ്ദമാണ്. അപ്പം 150 ഹെഡ്സ്, 1200 ഹെഡ്സ് വരും, 500 ഹെഡ്സ് വരും, 16,000 ഹെഡ്സ് ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആയല്ലോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ചോദ്യം നോക്കാം. മനുഷ്യർക്ക് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി എത്രയാണ്? വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് സൗണ്ട് ഓഡിബിൾ ഓഫ് ഹ്യൂമൻ? ഹ്യൂമന് കേൾക്കാൻ പറ്റുന്ന സൗണ്ട് എത്രയാണ്? 20 ഹെഡ്സ് മുതൽ എഴുതുക, 20 ഹെഡ്സ് ടു 20,000 ഹെഡ്സ് ആണ്. ഓക്കെ, 20,000 ഹെഡ്സ് വരെയുള്ള ശബ്ദങ്ങളാണ്, അത്രയും ഫ്രീക്വൻസിയുള്ള ശബ്ദമാണ് നമുക്ക് മനുഷ്യന്മാർക്ക് കേൾക്കാനായിട്ട് സാധിക്കുക. ക്ലിയർ ആണോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. ബൈ വാട്ട് നെയിം ഈസ് സൗണ്ട് ഈസ് വിത്ത് എ ഫ്രീക്വൻസി ലോവർ ദാൻ ദ ഹ്യൂമൻ ഓഡിബിൾ ലോവർ ലിമിറ്റ് നോൺ? എന്താണ് ചോദിച്ചിരിക്കുന്നത്? മനുഷ്യരുടെ ശ്രവണ പരിധിയുടെ താഴ്ന്ന പരിധിയേക്കാൾ കുറഞ്ഞ ആവൃത്തിയുള്ള ശബ്ദത്തെ എന്താണ് വിളിക്കുന്നത്? അതായത് 20 ഹെഡ്സിനും താഴെ ഫ്രീക്വൻസി വരുന്ന, അതിലും കുറവ് ആവൃത്തി വരുന്ന ശബ്ദങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമന്റ് ചെയ്ത് നോക്കിയേ. ഇൻഫ്രാസോണിക്. എന്ത് പറയും? ഇൻഫ്രാസോണിക് സൗണ്ട്സ് എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഇൻഫ്രാസോണിക്. ഓക്കെ, ഇൻഫ്രാസോണിക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡി ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. Write two uses of sound with a frequency higher than the human audible upper limit. Okay, മനുഷ്യരുടെ ശ്രവണ പരിധിയുടെ ഉയർന്ന പരിധിയേക്കാൾ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദത്തിന്റെ രണ്ട് ഉപയോഗങ്ങൾ എഴുതാനാണ്. ഏത് സൗണ്ട്സിന്റെയാണ്? അൾട്രാസോണിക് സൗണ്ടിന്റെ യൂസസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളുടെ 20,000 ഹെഡ്സിന് മുകളിലുള്ള ശബ്ദങ്ങളെ നമ്മൾ എന്താ പറയുന്നത്? അൾട്രാസോണിക് സൗണ്ട്സിന്റെ ആണ്. അപ്പൊ അൾട്രാസോണിക് സൗണ്ട്സിന്റെ രണ്ട് ഉപയോഗങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ഉപയോഗങ്ങൾ പറയാം. അപ്പം നമുക്ക് പറയാം, നമ്മളുടെ സ്കാനിങ്ങുകളിലൊക്കെ, ഇപ്പം പ്രഗ്നന്റ് ലേഡീസിന്റെ ഒക്കെ സ്കാനിങ്ങുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? അൾട്രാസോണിക് സൗണ്ട്സ് കടത്തി വിട്ടിട്ടാണ് ചെക്ക് ചെയ്യുന്നത്, അല്ലെ? അതുപോലെ തന്നെ ചില സ്പൈറൽ ട്യൂബുകളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ഹൈ ഫ്രീക്വൻസിയിലുള്ള അൾട്രാസോണിക് സൗണ്ട്സ് ആ ട്യൂബുകളിലൂടെ കടത്തി വിടും. അതിനകത്തൊരു ലിക്വിഡ് ഉണ്ടാവും. ഈ ഹൈ ഫ്രീക്വൻസിയിലെ അൾട്രാസോണിക് സൗണ്ട് കടത്തി ചെല്ലുന്ന സമയത്ത് അതിനകത്ത് ഉള്ള ലിക്വിഡ്സിൽ വലിയ ബബിൾസ് ഒക്കെ ഉണ്ടായിട്ട് അത് പൊട്ടി ആ ട്യൂബുകളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ, ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ പഠിച്ച കാര്യമാണ് ഇൻഫ്രാസോണിക് സൗണ്ടും അൾട്രാസോണിക് സൗണ്ടും. 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെയുള്ള ശബ്ദമാണ് ഹ്യൂമൻ ബീയിങ്സിന് കേൾക്കാൻ പറ്റുക. ചുവടെയുള്ള വോയിസ് ശബ്ദങ്ങളാണെങ്കിൽ അതിനെ നമ്മൾ ഇൻഫ്രാസോണിക് എന്ന് പറയും. 20,000 ഹെഡ്സിന് മുകളിലുള്ള സൗണ്ട്സ് ആണെങ്കിൽ അൾട്രാസോണിക്സ് എന്ന് പറയുന്നതാണ്.
അവയുടെ യൂസസും കൂടെ നമുക്ക് പറയാം. എന്തൊക്കെയാണ് ഉപയോഗങ്ങൾ ഉള്ളത്? യെസ്, മിസ് പറഞ്ഞു. നമ്മളുടെ മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ അൾട്രാസോണിക് വേവ്സ് ഉപയോഗിക്കുന്നുണ്ട്. അൾട്രാസോണിക് തരംഗങ്ങളെ നമ്മൾ വൈദ്യശാസ്ത്ര രംഗത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഫിസിയോതെറാപ്പിയിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അതുപോലെ നമ്മളുടെ സ്മോൾ സ്റ്റോൺസ് ഇൻ ദ കിഡ്നീസിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ കല്ലുകളൊക്കെ പൊടിച്ച് കളയാൻ വേണ്ടിയിട്ട് അൾട്രാസോണിക് സൗണ്ട്സ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ ഇന്റേണൽ ഓർഗൻസിന്റെ, അതായത് കിഡ്നി, ലിവർ, ഗോൾ ബ്ലാഡർ, അതുപോലെ യൂട്രസിന്റെ ഒക്കെ ഫോട്ടോസ്, ഇമേജസ് എടുക്കാൻ വേണ്ടിയിട്ട് അൾട്രാസോണിക് സൗണ്ട്സ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് കൂടെ പഠിച്ചു വെക്കുക കേട്ടോ. അതുപോലെ സ്പൈറൽ ട്യൂബ്, ഇതുപോലെയുള്ള ട്യൂബുകളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? സർപ്പിൾ ആകൃതിയിലുള്ള, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അല്ലേ ഈ ട്യൂബൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം ഒക്കെ അൾട്രാസോണിക് വേവ്സ് നമ്മൾ കടത്തി വിട്ടിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലീൻ ചെയ്യുന്നതെന്നും കൂടെ പഠിച്ചു വെക്കാം. ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിച്ചോളൂ. ദ സൗണ്ട് ഓഫ് എ പേഴ്സൺ ക്ലാപ്പിംഗ് അറ്റ് എ പോയിന്റ് എക്സ് ടേക്സ് 0.02 സെക്കൻഡ് ടു റീച്ച് ദ വാൾ എ. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഒരാൾ എന്ത് ചെയ്യാണ്? കൈ കൊട്ടുകയാണ്. എന്ത് ചെയ്യാണ്? ഒരു വ്യക്തി എക്സ് എന്ന സ്ഥാനത്ത് നിന്ന് ക്ലാപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഈ എക്സ് എന്ന സ്ഥാനത്ത് നിന്നും ശബ്ദം എ എന്ന ഭിത്തിയിൽ എത്താൻ എത്ര സമയം എടുക്കുന്നുണ്ട്? 0.02 സെക്കൻഡ് സമയം എടുക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ? ഇനി ചോദിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സിൽ നിന്ന് എ എന്ന ഭിത്തിയിലേക്ക് എത്രയാണ് ഡിസ്റ്റൻസ് എന്നാണ് കാണേണ്ടത്. ഓക്കെ, ഹൗ ഫാർ ഈസ് ദ വാൾ എ ഫ്രം എക്സ് ആണ്. അപ്പൊ നമുക്ക് എയറിലുള്ള സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം സ്പീഡ് v is equal to ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ അറിയാം. അപ്പൊ ഇവിടെ നമുക്ക് എന്തൊക്കെയാ തന്നിരിക്കുന്നത്? ടൈം തന്നിട്ടുണ്ട് 0.02 സെക്കൻഡ് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? v തന്നിട്ടുണ്ട്. എത്രയാണ്? 350 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത്? സ്പീഡ് അല്ലെ, സ്പീഡ് ഓഫ് സൗണ്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് d ആണ്. d കാണാൻ v ഇൻറ്റു ടി ചെയ്താൽ പോരെ? മതി. v എന്ന് പറയുമ്പോൾ 350 ഇൻറ്റു ടി എന്ന് പറയുമ്പോൾ 0.02 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ചെയ്ത് നോക്കുക, 7 മീറ്റർ എന്ന് കിട്ടും. അപ്പം മനസ്സിലാക്കേണ്ടത് ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് 7 മീറ്റർ എന്ന് പറയുന്നത്. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് 7 മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. Can this person standing at X hear the echo produced by the reflection from the wall A after hearing the initial sound? Okay, initial sound കേട്ടതിന് ശേഷം, അതായത് എക്സിൽ നിൽക്കുന്ന വ്യക്തിക്ക് ആദ്യ ശബ്ദം കേട്ടതിന് ശേഷം എ എന്ന ഭിത്തിയിൽ നിന്നുള്ള പ്രതിഫലനത്താൽ ഉണ്ടാകുന്ന പ്രതിധ്വനി എക്കോ കേൾക്കാൻ സാധിക്കുമെന്നാണ്. അപ്പൊ എക്കോ കേൾക്കണമെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് ആ കണ്ടീഷൻ? അതായത് 0.1 സെക്കൻഡിന് ശേഷമുള്ള സൗണ്ട് മാത്രം, അതായത് നമുക്ക് 0.1 സെക്കൻഡ് അഥവാ 1/10 സെക്കൻഡിന് ശേഷമുള്ള സൗണ്ടുകൾ മാത്രമാണ് നമ്മൾ എക്കോ ആയിട്ട് കേൾക്കാം. അപ്പൊ ഈ 0.1 സെക്കൻഡിനുള്ളിൽ തന്നെ വരുന്ന ശബ്ദം, അതായത് ഇവിടുന്ന് ഇയാൾ ക്ലാപ്പ് ചെയ്യുന്നു, ഈ എക്സ് എന്ന പൊസിഷനിൽ നിന്നും ഇയാൾ ക്ലാപ്പ് ചെയ്യുന്നു, ഈ സൗണ്ട് എയിൽ പോയി തിരിച്ച് ഇവിടെ എത്തുന്നത് 0.1 സെക്കൻഡിനുള്ളിലാണെങ്കിൽ എക്കോ ആയിട്ട് കേൾക്കില്ല. എന്നാൽ 0.1 സെക്കൻഡിന് ശേഷമാണ് കേൾക്കുന്നതെങ്കിൽ അത് എക്കോ ആയിട്ട് കേൾക്കും. അപ്പൊ നമുക്കിവിടെ സമയം തന്നിട്ടുണ്ട്. ഈ എക്സിൽ നിന്നും എയിലേക്ക് പോകാൻ 0.02 സെക്കൻഡ് ആണ്. അപ്പൊ ഇവിടെ നിന്ന് ഇവിടെ വരെ പോകാൻ 0.02, ഇവിടുന്ന് തിരിച്ച് ഇവിടേക്ക് എത്താൻ എന്തായിരിക്കും വരിക? 0.02 പ്ലസ് 0.02 ചെയ്ത് കഴിഞ്ഞാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.04 സെക്കൻഡ്സ് ആണ് വരിക. അപ്പൊ നിങ്ങൾ നോക്കിയേ, 0.04 സെക്കൻഡ് എന്ന് പറയുന്നത് 0.1 സെക്കൻഡിനേക്കാളും എത്രയോ ചെറുതാണ് അല്ലെ? വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ എക്കോ ഈ വ്യക്തിക്ക് കേൾക്കാൻ കഴിയോ? ഇല്ല, എക്കോ കേൾക്കാനായിട്ട് സാധിക്കില്ല. എക്കോ കേൾക്കണമെങ്കിൽ ആ കണ്ടീഷൻ എന്തായാലും ഓർത്തു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. എക്കോ കേൾക്കാൻ സാധിക്കുമോ? ഇല്ല. റീസൺ പറയാ. റീസൺ പറയേണ്ട കാര്യം, ഒരു പ്രതിധ്വനി കേൾക്കണമെങ്കിൽ ആദ്യം എക്കോ എന്താണെന്ന് മനസ്സിലാക്കുക. എക്കോ ഇസ് ദ സൗണ്ട് ഹിയർഡ് ആഫ്റ്റർ എ വൈൽ ഡ്യൂ ടു ദ റിഫ്ലക്ഷൻ ഓഫ് ദ ഇനീഷ്യൽ സൗണ്ട്. ആദ്യ ശബ്ദം കേട്ടതിന് ശേഷം, ഇനീഷ്യൽ ശബ്ദം കേട്ടതിന് ശേഷം അതേ സൗണ്ട് തന്നെ പ്രതിഫലിച്ച് വരുന്നതിനെയാണ് മക്കളെ നമ്മൾ എന്ത് പറയുന്നത്? എക്കോ എന്ന് പറയുന്നത്. ആ ഒരു കണ്ടീഷൻ 1/10 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം വരുന്ന സൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്കോ ആയിട്ട് കേൾക്കുള്ളൂ. അതുപോലെ നിങ്ങൾ ഈ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറയുന്നത് 1/10 സെക്കൻഡ് ആണ്. പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്, ശ്രവണ പരിധി ഒന്ന് ഓർത്ത് വെക്കുക. നമ്മുടെ ചെവിയിൽ ഒരു ശബ്ദം 1/10 സെക്കൻഡ്സ് എന്ത് ചെയ്യും? യെസ്, ദ ഓഡിബിലിറ്റി എക്സ്പീരിയൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സൗണ്ട് പെർസിസ്റ്റ് ഫോർ അബൌട്ട് 1/10 സെക്കൻഡ്സ് നമ്മുടെ ചെവിയിൽ ആ ഒരു ശ്രവണാനുഭവം ഉണ്ടാവും എന്നാണ് പറയുക. അതിനെ പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറയും. ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം. ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ ഓഫ് എ വേവ്. ഓക്കെ, ഈ ഒരു വേവിന്റെ ഇല്ലുസ്ട്രേഷൻ ഒബ്സർവ് ചെയ്യാം. എന്നിട്ട് 2 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഈ ഒരു ചിത്രം, ഈ ഒരു ഫിഗർ നിരീക്ഷിക്കാം.
Which type of mechanical wave is this? Okay, ഇത് ഏത് തരം മെക്കാനിക്കൽ തരംഗമാണ്? വേഗം പറഞ്ഞേ, വേഗം ഒന്ന് കമന്റ് ചെയ്തേ. ഇത് എങ്ങനെയാണ്? യെസ്, എന്ത് ചെയ്യുന്നു? പാരലൽ ആയിട്ടാണ് ഇവിടെ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നത്? വൈബ്രേറ്റ് ചെയ്യുന്നത്. ഇതിന് എന്താണ് നമ്മൾ പറയാ? വേവിന് പാരലൽ ആയിട്ട്, സമാന്തരമായിട്ട്. ഇതിന് ഏത് തരത്തിലുള്ള മെക്കാനിക്കൽ വേവ് ആണ്? യെസ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണെന്ന് പറയാം. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഓക്കെ, അഥവാ അനുദൈർഘ്യ തരംഗം. അനുദൈർഘ്യ തരംഗാണ് ഈ തരംഗം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ചോദ്യം വരുന്നത്, വാട്ട് ഡു ദ ലെറ്റേഴ്സ് സി ആൻഡ് ആർ ഇൻഡിക്കേറ്റ്? ഇവിടെ നോക്കിയ മക്കളെ, ഈ സിയും ആറും എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സി ആൻഡ് ആർ എന്നിവ എന്ത് അക്ഷരത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഇതൊരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൽ എന്തുണ്ടാവും? ഭയങ്കര അടുത്തടുത്തുള്ള കംപ്രഷൻസും, സി എന്ന് പറയുമ്പോൾ കംപ്രഷൻസും ഉണ്ടാവും, അതുപോലെ റെയർ ഫ്രാക്ഷൻസും ഉണ്ടാവും. കംപ്രഷൻ, റെയർ ഫ്രാക്ഷൻ, കംപ്രഷൻ, റെയർ ഫ്രാക്ഷൻ. അതായത് ഭയങ്കര പ്രഷറുള്ള മേഖല, അഥവാ ഉച്ചമർദ്ദ മേഖല എന്ന് പറയും. സിക്ക് ഉച്ചമർദ്ദ മേഖല, ആർ എന്ന് പറഞ്ഞാൽ നീചമർദ്ദ മേഖല. ഇതൊന്ന് പഠിച്ചു വെക്കുക. സി എന്ന് പറഞ്ഞാൽ കംപ്രഷൻ ആണ്, ആർ എന്ന് പറഞ്ഞാൽ റെയർ ഫ്രാക്ഷൻ ആണ്. ഓക്കെ ആണല്ലോ. ഇനി സി കംപ്രഷൻ, ആർ റെയർ ഫ്രാക്ഷൻ. അപ്പൊ ഇതുപോലുള്ള മോർ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ് ഒരു ചോദ്യം ചോദിക്കാം. ഇവിടെ ലാംഡ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ലാംഡ, ഈ നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിലുള്ള ഈ ലാംഡ എന്ന് പറയുന്ന അതിനൊരു ടേമിന് ഒരു പേരുണ്ടല്ലോ, അതെന്താന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ മക്കളെ നന്നായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. ഇന്ന് നമ്മൾ മാരത്തോൺ ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ കറക്റ്റ് 7 മണിയാകുമ്പോൾ തന്നെ മാരത്തോണിൽ ജോയിൻ ചെയ്യാം. ഞാൻ മാത്രമല്ല, ഞാനും ശ്രീമത് സാറും തൻസീൽ സാറൊക്കെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നമ്മൾ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാ മക്കളും കറക്റ്റ് മാരത്തോണിലൊക്കെ ജോയിൻ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.